ഇന്ന് നമ്മൾ എപ്പോഴെങ്കിലും അസുഖം അനുഭവപ്പെടുമ്പോൾ നമ്മൾക്ക് 2 ഓപ്ഷനുകൾ ഉണ്ട്. ഒന്നാമത്, വീട്ടിൽ തന്നെ ഡോളോ കഴിച്ച് സുഖം പ്രാപിക്കുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്തോ ഡോക്ടറുടെ അടുത്തോ പോയി ശരിയായ ചികിത്സ നേടുക. നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം നിങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിക്കുകയും ശരിയായ മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ വീട്ടിൽ ഡോളോ കഴിച്ച് സുഖം പ്രാപിക്കുമ്പോൾ അതിനൊപ്പം ചില അധിക അപകടസാധ്യതകളും ഉണ്ടാകാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വൈറൽ ജ്വരം ഉണ്ടെങ്കിൽ അത് സുഖപ്പെടാൻ കുറേ ദിവസം എടുക്കാം, അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുഖപ്പെടാം. അതിനുശേഷവും നിങ്ങൾക്ക് സുഖം ലഭിക്കാത്ത പക്ഷം വീണ്ടും നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകും. എന്നാൽ ആദ്യം തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ അവൻ രോഗം തിരിച്ചറിയുകയും അതനുസരിച്ച് മരുന്ന് നൽകുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ വേഗത്തിൽ സുഖപ്പെടും. ഇതേ കാര്യമാണ് മ്യൂച്വൽ ഫണ്ടുകളിലും സംഭവിക്കുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനും സമ്പത്ത് സൃഷ്ടിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് വിദഗ്ധന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനൽ സെൻട്രിശാല ബൈ സെൻട്രിസിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ണർ, എൻ്റെ പേര് അനുജ് ആണ്. നിങ്ങൾ കാണുന്നത് സീരീസ് 5 പാസ് ഫോർ സ്യൂർ എന്ന വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം ചാപ്റ്റർ 5 ഉൾപ്പെടുത്തി. സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റുകൾ, അതായത് SID, SS എന്നിവ എന്താണ്, എങ്ങനെ അവ ഒരു നിക്ഷേപകന്റെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ച് നോക്കി. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന ചാപ്റ്റർ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ചാനൽ മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായ ഭാഗങ്ങൾ ഇവയാണ്: മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ പങ്കും പ്രാധാന്യവും, വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ, ഡിസ്ട്രിബ്യൂഷൻ മോഡുകൾ, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ വേണ്ട മുൻകൂട്ടി ആവശ്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ വരുമാനം, കമ്മീഷൻ, സെബി നിർബന്ധിതമായ ഡിസ്ക്ലോഷർ, നോമിനേഷൻ സൗകര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിനുള്ള സൗകര്യങ്ങൾ, ഡിസ്ട്രിബ്യൂട്ടറിലെ മാറ്റങ്ങൾ എന്നിവ. ഈ എല്ലാ വിഷയങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താനാണ് പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ ആവശ്യമുണ്ട്. അവൻ നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ ആരാണ്? ഇവരുടെ പങ്ക് എന്താണ്? ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകന് വേണ്ടി ഇവർ ഇത്രയും പ്രധാനപ്പെട്ടവരാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഒരു നിക്ഷേപകൻ തന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ അവൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നു. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ വരുന്നു. മ്യൂച്വൽ ഫണ്ടിന്റെ വിവിധ സ്കീമുകളിൽ അവൻ നിക്ഷേപം നടത്തുന്നു. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റ്, നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ചെറുകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് നിങ്ങളുടെ മുഴുവൻ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുന്നു. കൂടാതെ മ്യൂച്വൽ ഫണ്ടിന്റെ വിവിധ സ്കീമുകൾ എവിടെയെല്ലാം നിങ്ങൾ നിക്ഷേപം നടത്താമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളുടെ മുഴുവൻ ബാസ്ക്കറ്റും കാണിച്ച് ഏത് ഫണ്ടിൽ എത്രത്തോളം പണം നിക്ഷേപിക്കണമെന്ന് വിശദമായി വിശദീകരിക്കുന്നു. ദീർഘകാലത്ത് നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺ ലഭിക്കാമെന്ന്, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ മുഴുവൻ പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഒരു വിദഗ്ധന്റെ സഹായം ആവശ്യമുണ്ട്. അതാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ ജോലി എന്നത് നിക്ഷേപകന്റെ ആവശ്യങ്ങൾ, പരിമിതികൾ, വിഭവങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ വിലയിരുത്തുന്നതാണ്. അവൻ ഒരു നിക്ഷേപകന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവന്റെ പരിമിതികൾ കണക്കിലെടുത്ത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നോക്കി അവനെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്നു. ഏത് സ്കീമിലാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയും. അതനുസരിച്ച് അവൻ നിങ്ങളുടെ നിക്ഷേപ യാത്രയെ രൂപപ്പെടുത്തും. എവിടെയാണ് നിങ്ങൾ SIP തുടങ്ങേണ്ടത് എന്ന് അവൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾ മിഡ് ഏജിലാണ്, 40-50 വയസ്സുകളിൽ ആണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപവും ആസ്തി വിന്യാസവും വ്യത്യസ്തമായിരിക്കും. അതിനു പുറമെ നിങ്ങൾ 60-65 വയസ്സുകളിലാണെങ്കിൽ നിങ്ങളുടെ ആസ്തി വിന്യാസം വേറെയായിരിക്കും. ഈ മുഴുവൻ വിവരവും നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ മാത്രമേ നൽകാൻ കഴിയൂ. നിങ്ങൾക്ക് ഒരു വിദഗ്ധൻ മാത്രമേ ഇത് നൽകാൻ കഴിയൂ. ഇപ്പോൾ നാം സംസാരിച്ചത് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നാം വ്യത്യസ്ത തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെക്കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ ഉണ്ട് എന്ന് നോക്കാം. ആദ്യം വരുന്നത് വ്യക്തിഗത കളിക്കാരാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വിതരണ ചരിത്രം നോക്കിയാൽ കാണാം. നിങ്ങൾ LSEയിലോ UTIയിലോ തുടങ്ങിയാലും കഴിഞ്ഞ 40-500 വർഷങ്ങളായി ഈ സാമ്പത്തിക വിതരണ ബിസിനസ് തുടരുകയാണ്. ഇന്നത്തെ കാലത്ത് നാം നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണ് ആദ്യം മനസ്സിൽ വരുന്നത്. നാം MFD എന്ന് വിളിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്നത് ഒരു വ്യക്തിഗത പ്ലെയർ ആകാം. അത് ഒരാൾ മാത്രം ആയിരിക്കാം. ഒരാൾക്ക് സ്വന്തമായുള്ള ഒരു എൻറ്റിറ്റി ആയിരിക്കാം. ഏതെങ്കിലും ഒരാൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാം. ഇന്ന് ഒരു സിംഗിൾ എൻറ്റിറ്റിയായി മാത്രം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ പ്രവേശിക്കാം. ഇപ്പോൾ നോൺ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ വിഭാഗം വരുന്നു. നോൺ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂട്ടർമാർ പാർട്ണർഷിപ്പുകൾ ആയിരിക്കാം, ഫർമുകൾ ആയിരിക്കാം, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർമാർ ആയിരിക്കാം, ബാങ്കുകൾ ആയിരിക്കാം, നിസ്കതൽ ആയിരിക്കാം. ചില കമ്പനികളും ബാങ്കുകളും നാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ട്രിബ്യൂട്ടർമാർ എന്നും വിളിക്കുന്നു.
ഇരു കേസുകളിലും നിക്ഷേപകന് സേവനം നൽകുന്നത് ഒരു വ്യക്തിയാണ്, അവൻ ആ ഫർമിന്റെ ജീവനക്കാരനായാലും അല്ലെങ്കിൽ ഏജന്റായാലും. ഇപ്പോൾ നാം ബാങ്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് വെറും വ്യക്തികളിലോ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർമാരിലോ റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർമാരിലോ മാത്രം പരിമിതമായിട്ടില്ല. ബാങ്കുകളും ഇതിൽ സജീവമായി പങ്കാളികളാകുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ബാങ്കുകൾ പ്രധാനപ്പെട്ട കളിക്കാരായി മാറിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ബാങ്കുകൾ ഒരു പ്രധാന ചാനലായും മാറിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 8-10 വർഷങ്ങളിലോ 6 വർഷങ്ങളിലോ ഉള്ള ഡാറ്റ എടുത്തു നോക്കിയാൽ ബാങ്കുകളുടെ മ്യൂച്വൽ ഫണ്ട് വിതരണ ബിസിനസ് വളരെ വളർന്നിട്ടുണ്ട്. ബാങ്കുകൾ അവരുടെ ക്ലയന്റുകൾക്ക് വളരെയധികം മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുകയാണ്. ഇത് സ്വകാര്യ ബാങ്കുകൾക്ക് മാത്രം പരിമിതമായിട്ടില്ല. ചില കോഓപ്പറേറ്റീവ് ബാങ്കുകളും ഉണ്ട്, PSUകളും ഉണ്ട്. ആരും മുന്നോട്ട് വന്ന് അവരുടെ ക്ലയന്റുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വിതരണം ചെയ്യുകയാണ്. ഇപ്പോൾ നാം വിതരണ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു, എങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്ററുകൾക്ക് വിൽക്കപ്പെടുന്നു, ഒരു ഇൻവെസ്റ്റർ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ നിക്ഷേപം നടത്തുന്നു എന്നതിനെക്കുറിച്ച് നോക്കാം. ഇന്ന് ഞാൻ പ്രീ-കോവിഡ് കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ 80% ഇടപാടുകളും ഓഫ്ലൈൻ ആയിരുന്നു. ഫിസിക്കൽ ഫോമിൽ ഒപ്പിട്ട് നൽകേണ്ടതായിരുന്നു. അതിനൊപ്പം ചെക്ക് നൽകേണ്ടതുമായിരുന്നു, അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകേണ്ടതുമായിരുന്നു. അതുപോലെ നിങ്ങൾ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്താലും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതിനൊപ്പം നൽകേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് 2023 കാര്യങ്ങൾ പൂർണ്ണമായും മറിച്ചാണ്. ഇപ്പോൾ 91% ഇടപാടുകളും ഓൺലൈനിലാണ്. ഇനിയും 10% ഇടപാടുകൾ മാത്രം ഓഫ്ലൈൻ ആണ്. പക്ഷേ വലിയ തുകയും വലിയ ഇൻഫ്ലോകളും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായാണ് വരുന്നത്. ചില വലിയ ഡിസ്ട്രിബ്യൂട്ടർമാർ അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കി നിക്ഷേപകർക്ക് ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോം നൽകുന്നു. രണ്ടാമതായി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ. ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE തങ്ങളുടെ സ്വന്തം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സ്റ്റാർ MF എന്ന പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ NSEക്ക് MF പ്ലാറ്റ്ഫോം ഉണ്ട്. ഇരു പ്ലാറ്റ്ഫോമുകൾ വഴിയും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ കഴിയും. ചില മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ BSEയുടെ സ്റ്റാർ MF ഉപയോഗിക്കുന്നു. ചില മ്യൂച്വൽ ഫണ്ട് വിതരണക്കാർ NSE പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ NSEകളും ഈ 2 പ്ലാറ്റ്ഫോമുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഏതു നിക്ഷേപകനും ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും ഏത് MCയിലേക്കും നിക്ഷേപം നടത്താൻ കഴിയും. മൂന്നാമതായി, കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ളതും മൊബൈൽ അടിസ്ഥാനമാക്കിയുള്ളതുമായ ആപ്പുകൾ ഡിസ്ട്രിബ്യൂട്ടർമാർ നൽകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡിസ്ട്രിബ്യൂട്ടർമാർ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നു. അവർ അവരുടെ വെബ്സൈറ്റിന്റെ പേരിൽ ആപ്പുകളും ലോഞ്ച് ചെയ്യുന്നു. കൂടാതെ കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഒരു ഡെസ്ക്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡെസ്ക്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഫോണിൽ കാണാൻ കഴിയും. അങ്ങനെ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ ഇൻവെസ്റ്റർമാർക്ക് ഈ ഓപ്ഷനുകൾ എല്ലാം ലഭ്യമാക്കുന്നു. അവസാന ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം MCയും ഓരോ ആസറ്റ് മാനേജ്മെന്റ് കമ്പനിയും തങ്ങളുടെ സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി ഒരു ഇൻവെസ്റ്റർ നിക്ഷേപം നടത്താൻ കഴിയും. അതുപോലെ വെബ്സൈറ്റിൽ പോയി ഡിസ്ട്രിബ്യൂട്ടറും നിക്ഷേപം നടത്താം. ഡിസ്ട്രിബ്യൂട്ടർക്ക് തന്റെ ക്ലയന്റുകളുടെ പണം നിക്ഷേപിക്കാനും കഴിയും. അതിനാൽ 2 ലോഗിൻ ഐഡികൾ സൃഷ്ടിക്കപ്പെടുന്നു, ഒന്ന് ഡിസ്ട്രിബ്യൂട്ടറിനും മറ്റൊന്ന് ഇൻവെസ്റ്ററിനും. എല്ലാ MCകളിലും ഈ പ്ലാറ്റ്ഫോം ലഭ്യമാണ്. ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ഇൻവെസ്റ്റർമാർക്കും വേണ്ടി. ഡിസ്ട്രിബ്യൂട്ടർ ലോഗിൻ ചെയ്ത് തന്റെ ക്ലയന്റുകളുടെ പണം നിക്ഷേപിക്കാൻ കഴിയും. സമ്പൂർണ്ണ പ്രക്രിയയും ഓൺലൈനിലാണ്. KYCയിൽ നിന്ന് ആരംഭിച്ച് നിങ്ങളുടെ നിക്ഷേപം എക്സിക്യൂട്ട് ചെയ്യുന്നതും പേയ്മെന്റ് ലിങ്ക് അയക്കുന്നതുമൊക്കെ എല്ലാം ഓൺലൈനിലാണ്. നാം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് എന്നും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ ഫണ്ടുകൾ അവരുടെ ഇൻവെസ്റ്റർമാർക്ക് വിതരണം ചെയ്യുന്നു എന്നും കണ്ടു. ഇപ്പോൾ നാം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ എന്തെല്ലാം ആവശ്യകതകളുണ്ട് എന്ന് സംസാരിക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ ആവശ്യമായ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേതാണ് സർട്ടിഫിക്കേഷൻ നേടുക. ഇതിനു വേണ്ടിയാണ് നാം ഈ വീഡിയോ നിർമ്മിക്കുന്നത്. സീരീസ് 5 എന്നത് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ മോഡ്യൂളിനായി. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ മോഡ്യൂൾ ക്ലിയർ ചെയ്യുന്നത് നിർബന്ധമാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു മോഡ്യൂളാണ്. സീരീസ് 5-ൽ 12 ചാപ്റ്ററുകൾ ഉണ്ട്. പാസ് ഫോർ ഷുവർ വീഡിയോസിലും സീരീസ് 5-ൽ 12 ചാപ്റ്ററുകൾ ഉണ്ട്. നാം എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്യുകയാണ്. ഇത് ചാപ്റ്റർ നമ്പർ 6 ആണ്. ബാക്കി ചാപ്റ്ററുകളുടെ വീഡിയോ കാണാൻ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. കൂടാതെ 1 മുതൽ 5 വരെകളും കാണാം. ടോപ്പിക്കിലേക്ക് തിരികെ വരാം. ആദ്യത്തെ ആവശ്യകത സർട്ടിഫിക്കേഷൻ നേടുന്നതാണ്. നിങ്ങൾക്ക് certifications.nism.in എന്ന വെബ്സൈറ്റിൽ പോയി സ്വയം രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് പരീക്ഷ എഴുതണം. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ KYC ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പാൻ കാർഡ് കോപ്പിയും പാൻ നമ്പറും നൽകണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്തതും ബയോമെട്രിക് പ്രോസസ്സിനായി ഹോൾഡറുടെ വലത് കൈയിലെ സൂചിക വിരലും ആവശ്യമാണ്. ഇതിന് ബയോമെട്രിക് പ്രൊസീജിയർ ഉണ്ടാകും. ശരിയായ രീതിയിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തപ്പെടും. ഈ മുഴുവൻ പ്രക്രിയയും നിങ്ങൾ ക്യാമ്പസിൽ പോയി തന്നെ നടത്തേണ്ടതായിരിക്കും. നിങ്ങൾ KYC പ്രോസസ് പൂർത്തിയാക്കിയതായി ഒരു രസീത് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾ KYC പ്രോസസ് പൂർത്തിയാക്കിയ ഉടനെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആറംഗ അപേക്ഷ നൽകും. ക്യാമ്പസിൽ പോയി KYC ചെയ്തു. നിങ്ങൾ ക്യാമ്പസിൽ അപേക്ഷ നൽകി. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ RN നമ്പർ, അതായത് MC രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കും. ആ രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് നിങ്ങൾ MCകളിലേക്ക് പോകാം. ഏത് MCയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ MCയുമായി നിങ്ങൾ പാനൽ മീറ്റ് നടത്താം. പാനൽ മീറ്റ് ഫിസിക്കൽ ആയിട്ടും നടക്കും, ഓൺലൈൻ ആയിട്ടും നടക്കും. ഫിസിക്കൽ പാനൽ മീറ്റ് ആണെങ്കിൽ നിങ്ങൾ MC ഓഫീസിലേക്ക് പോകണം. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് MCക്ക് നൽകണം. എന്നാൽ നിങ്ങൾ ഓൺലൈൻ പാനൽ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന MCയുടെ വെബ്സൈറ്റിൽ പോയി രജിസ്ട്രേഷൻ സെക്ഷനിൽ നിങ്ങളുടെ MC രജിസ്ട്രേഷൻ നമ്പർ നൽകണം. നിങ്ങൾ നമ്പർ നൽകുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അവിടെ കാണിക്കും. നിങ്ങൾക്ക് അത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും. 1 മുതൽ 2 വർക്ക് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മെയിൽ ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആരംഭിക്കാം. നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിലേക്കോ MCയിലേക്കോ പാനൽ മീറ്റ് നടത്താൻ പോകുമ്പോൾ പ്രൊസീജിയർ എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ വിവരങ്ങൾ നൽകേണ്ടിവരും എന്നതും ഞാൻ വിശദീകരിക്കാം. എപ്പോഴെങ്കിലും ഈ ചോദ്യം വരാറുണ്ട്. അതിനാൽ നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോമിൽ ആദ്യം നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകേണ്ടിവരും. നിങ്ങളുടെ പേര്, പാൻ നമ്പർ, വിലാസം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ. നിങ്ങൾ ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറാണോ എന്നത്. ഓഫീസ്, സെയിൽസ്, ഓപ്പറേഷൻസ് എന്നിവ മാനേജ് ചെയ്യുന്ന ആളുകളുടെ പേര്, വിലാസം. നിങ്ങളുടെ എല്ലാ ബിസിനസ് വിവരങ്ങളും. നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്, എത്ര ഓഫീസുകളുണ്ട്, എത്ര ജീവനക്കാരുണ്ട്, അവരുടെ വിലാസങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും നോമിനി വിവരങ്ങളും. ഈ എല്ലാ വിവരങ്ങളും നിങ്ങൾ ഫോമിൽ പൂരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഇത് ഓഫ്ലൈൻ എംപാനമെന്റ് ചെയ്യുകയാണ് ഇവർ. പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോം MCക്ക് സമർപ്പിക്കപ്പെടുന്നു. അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 1 മുതൽ 2 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ MC നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കും. അതിൽ നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി എംപാനം ചെയ്തതായി അറിയിക്കും. ഇപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആയി. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൂടി എടുത്തു. നിങ്ങൾ RN നമ്പറും നേടി. നിങ്ങളുടെ പാനലും പൂർത്തിയായി. ഇപ്പോൾ നിങ്ങളുടെ വരുമാനം എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന് വരുമാനം എങ്ങനെ ഉണ്ടാകുന്നു? ഒടുവിൽ നമ്മൾ ഈ ജോലി വരുമാനത്തിനായിട്ടാണ് ചെയ്യുന്നത്. അതിനാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ വരുമാനം സമ്പാദിക്കുന്നു എന്ന് നോക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ വരുമാനം കമ്മീഷൻ രൂപത്തിലാണ് വരുന്നത്. അത് മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്കീമുകൾ വിതരണം ചെയ്യുന്നതിനായി നൽകുന്നതാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായി ബിസിനസ് ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കാൻ തുടങ്ങും. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെയും മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ വിൽക്കുമ്പോഴും ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി ആ സ്കീമുകൾ വിതരണം ചെയ്തതിന് നിങ്ങൾക്ക് കമ്മീഷൻ നൽകുന്നു. അത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഒരു വ്യക്തി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, അതായത് സ്റ്റാർമിൽ നിന്നോ ഇൻസയിൽ നിന്നോ ചെയ്യുമ്പോൾ, അപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് കമ്മീഷൻ ലഭിക്കും. അവൻ നിങ്ങളുടെ ഏൺ കോഡ് തന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ടൽ ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് നേരിട്ട് നിങ്ങളുടെ കോഡിലേക്ക് തന്നെ വരും. ആ ബിസിനസ്സിൽ നിന്നുള്ള കമ്മീഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ കമ്മീഷൻ ട്രെയിൽ ആയി തന്നെയാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഏതെങ്കിലും ഇൻവെസ്റ്ററുടെ ചില ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചു. ഉദാഹരണത്തിന്, നിങ്ങൾ 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നടത്തിച്ചു. ആ സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് 1% കമ്മീഷൻ ലഭിക്കുന്നുവെങ്കിൽ, അതായത് 1,00,000 രൂപ കമ്മീഷൻ, അത് നിങ്ങൾക്ക് ട്രെയിൽ കമ്മീഷൻ രൂപത്തിലാണ് ലഭിക്കുക. അത് അർത്ഥം ഓരോ മാസവും നിങ്ങൾക്ക് ട്രെയിൽ കമ്മീഷൻ ലഭിക്കും. അത് 12 വിഭജിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് 1,00,000 12 വിഭജിച്ച് ഓരോ മാസം നിങ്ങൾക്ക് ഈ പേഔട്ടുകൾ ലഭിക്കും. പക്ഷേ ട്രെയിൽ കമ്മീഷന്റെ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ട്രെയിൽ കമ്മീഷൻ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന്റെ മാർക്കറ്റ് മൂല്യത്തിൽ നിന്നാണ് വരുന്നത്. ഉദാഹരണത്തിന് ആരെങ്കിലും 1 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, 6 വർഷം, 10 വർഷം കഴിഞ്ഞ് ആ പണം 2 കോടി, 3 കോടി, 4 കോടി ആയി വളർന്നാൽ നിങ്ങളുടെ വരുമാനവും അതനുസരിച്ച് വർദ്ധിക്കും. അത് അക്കം ആദ്യം നിങ്ങൾക്ക് 1 കോടി രൂപയിൽ നിന്നാണ് ട്രെയിൽ കമ്മീഷൻ ലഭിച്ചിരുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് ട്രെയിൽ കമ്മീഷൻ ലഭിക്കുന്നത് 2 കോടി 3 കോടി 5 കോടി എന്നിങ്ങനെയുള്ള പോർട്ട്ഫോളിയോയുടെ മൂല്യത്തിൽ നിന്നായിരിക്കും. എന്താണ് ആ മൂല്യം? നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നത് ആ മാർക്കറ്റ് മൂല്യത്തിൽ നിന്നായിരിക്കും. അത് അർത്ഥം നിങ്ങൾക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റർമാരുടെ എണ്ണം കൂടുന്നു, അതുപോലെ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റർമാരുടെ മൂല്യം കൂടുമ്പോൾ അതുപോലെ നിങ്ങളുടെ വരുമാനവും കൂടും. അതിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ വരുമാനവും കൂടും. ആ 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടി 10 ലക്ഷം ആയി, 1 കോടി 20 ലക്ഷം ആയി, 1 കോടി 500 ലക്ഷം ആയി, 2 കോടി ആയി. അങ്ങനെ നിങ്ങളുടെ 1 കോടി മുതൽ 2 കോടി വരെ ഇൻവെസ്റ്ററുടെ പണത്തിന്റെ മൂല്യം ഇരട്ടിയായി. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ വരുമാനവും ഇരട്ടിയായി എന്ന് കരുതപ്പെടുന്നു, കാരണം പണം ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. 3 മടങ്ങ് 4 മടങ്ങ് ആയി. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു റോയൽറ്റി ബിസിനസ് ആയി മാറുന്നു. ഇവിടെ നിങ്ങൾ ഇന്ന് നടത്തിയ മ്യൂച്വൽ ഫണ്ട് വിതരണങ്ങൾ ദീർഘകാലത്തിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ ലാഭം നൽകാൻ കഴിയും. ഞാൻ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്ററിന് ലാഭം ലഭിക്കുന്നതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറായ നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നു. അതാണ് ട്രെയിൽ കമ്മീഷന്റെ ആശയം. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ നേടുന്ന ആ കമ്മീഷനുകളിൽ GSTയുടെ പ്രയോഗ്യതയെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, നിങ്ങളുടെ വാർഷിക വരുമാനമോ കമ്മീഷനോ 20 ലക്ഷം രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് GST ബാധകമാണ്. നിങ്ങൾക്ക് GST അടയ്ക്കേണ്ടതായിരിക്കും. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ വരുമാനം സമ്പാദിച്ചാൽ, എന്നാൽ നിങ്ങളുടെ വാർഷിക വരുമാനമോ വാർഷിക റവന്യൂവോ 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് GST ചാർജ് ചെയ്യേണ്ടതില്ല. അടുത്ത വിഷയം സെബി നിർബന്ധമാക്കിയ കമ്മീഷൻ ഡിസ്ക്ലോഷർ ആണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ അതുമായി ബന്ധപ്പെട്ടതാണ്. സെബി എല്ലാ MCCകളോടും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഈ പോയിന്റുകളിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ആ ഡാറ്റ MCCക്ക് അയക്കണം. ഇവ പോയിന്റുകളാണ്. ഒന്നാമത്, മൾട്ടിപ്പിൾ പോയിന്റ്സ് ഓഫ് പ്രസൻസ്, അതായത് 20ലധികം ലൊക്കേഷനുകളിൽ സാന്നിധ്യം, കൂടാതെ 100 കോടിയിലധികം രൂപയുടെ ആസ്തി, ഇൻഡസ്ട്രിയിൽ മുഴുവൻ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഭാഗത്തിൽ. പക്ഷേ ഹൈ നെറ്റ് വർത്ത് വ്യക്തികളെ ഉൾപ്പെടെ. ഇതിനെ മാച്ച് എന്ന് വിളിക്കുന്നു. വർഷത്തിൽ 1 കോടി രൂപയിലധികം കമ്മീഷൻ ലഭിച്ചിട്ടുള്ളവർ, ഇൻഡസ്ട്രിയിൽ മുഴുവൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ മ്യൂച്വൽ ഫണ്ടിൽ 50 ലക്ഷം രൂപയിലധികം കമ്മീഷൻ ലഭിച്ചിട്ടുള്ളവർ മ്യൂച്വൽ ഫണ്ട് കമ്പനി ശ്രദ്ധിക്കണം. ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വരുന്നു എങ്കിൽ അവരുടെ ഡാറ്റ MCക്ക് അയക്കണം. ഇപ്പോൾ നാം MC ഡിസ്ട്രിബ്യൂട്ടർമാർക്കായി നടത്തുന്ന ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയറിനെക്കുറിച്ച് സംസാരിക്കാം. സെബി പറഞ്ഞിരുന്ന എല്ലാ പോയിന്റുകളും ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ പാലിക്കേണ്ടതാണെന്ന് പറഞ്ഞിരുന്നു. അവയെല്ലാം MCയും ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ വിലയിരുത്താൻ ഉപയോഗിക്കുന്നു. ആ 4 പ്രധാന പോയിന്റുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഏറ്റവും ആദ്യം, മൾട്ടിപ്പിൾ പോയിന്റ് പ്രസൻസ്, അതായത് 20ലധികം ലൊക്കേഷനുകളിൽ സാന്നിധ്യം, 100 കോടി രൂപയിലധികം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ഇൻഡസ്ട്രി മുഴുവൻ 1 കോടി രൂപയിലധികം കമ്മീഷൻ ലഭിച്ചിരിക്കുന്നത്, ഒറ്റ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയിലധികം കമ്മീഷൻ ലഭിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള 4 പാരാമീറ്ററുകളിലാണ് MC നിങ്ങളെ വിലയിരുത്തുക. ഈ പാരാമീറ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പാലിക്കാത്ത പക്ഷം നിങ്ങളുടെ ഡാറ്റ സെബിക്ക് അയക്കപ്പെടും. ഇത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇത് MCകൾ നടത്തുന്ന ഡ്യൂ ഡിലിജൻസ് മാത്രമാണ്. ഇത് ഒരു വിധത്തിൽ നിർബന്ധിതമായ ഒരു നടപടിയാണ്. ചെയ്യുന്നത് ഒരു വിധത്തിൽ നിർബന്ധിതമാണ്. സെബി എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ MCകൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഡാറ്റ സെബിക്ക് അയച്ചിട്ടുണ്ട്. MCക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാം. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെക്കുറിച്ച് നാം കണ്ടു. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ ആരാണ്, എങ്ങനെ അവർ പ്രവർത്തിക്കുന്നു, എങ്ങനെ അവർ വരുമാനം സമ്പാദിക്കുന്നു. ഇപ്പോൾ നാം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാർ ആരാണ് എന്നും അവർ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നും സംസാരിക്കും. വളരെ നല്ലത്. പുസ്തകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്നതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വ്യക്തി R&D ഹോൾഡർ അല്ല, FMCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് നൽകുകയാണ്. രജിസ്റ്റർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന നിലയിലാണ്. ഇവരിൽ എല്ലാവരും നിങ്ങൾക്ക് RA ആയിരിക്കും, അതായത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആയിരിക്കും. അവൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണ്. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാർ സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സെബിയിൽ നിന്ന് രജിസ്ട്രേഷൻ എടുത്ത ശേഷം, ലൈസൻസ് എടുത്ത ശേഷം നിങ്ങൾക്ക് അഡ്വൈസറി ബിസിനസ്സും ആരംഭിക്കാം. നിങ്ങൾ ഈ അഡ്വൈസറി ബിസിനസ്സിൽ പ്രവേശിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ പോലുള്ള കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസ് ഫീസ് ഈടാക്കാൻ കഴിയും. നിങ്ങൾ ആരെയെങ്കിലും നൽകുന്ന ഏത് അഡ്വൈസിനും നിങ്ങൾക്ക് ഫീസ് വഴി ഈടാക്കാൻ കഴിയും. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ അവൻ തന്റെ കമ്മീഷൻ സമ്പാദിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലോ മ്യൂച്വൽ ഫണ്ടിന് അഡ്വൈസ് നൽകുന്നതിലോ MCയിൽ നിന്ന് കമ്മീഷൻ ലഭിക്കില്ല.
ഇവിടെ നിങ്ങൾ ഒരു RA അഥവാ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് ഈടാക്കാൻ കഴിയും. ഇതാണ് ഈ രണ്ടിനും ഇടയിലെ പ്രധാന വ്യത്യാസം. ഇപ്പോൾ നമുക്ക് നോമിനി സൗകര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് എന്ന വിഷയത്തിലേക്ക് പോവാം. എല്ലാ എംസികളും ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് നോമിനി നിയമിക്കാൻ സൗകര്യം നൽകുന്നു എന്ന് കാണൂ. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പാനം നിലനിർത്തുമ്പോഴും നിങ്ങളുടെ നോമിനിയുടെ വിശദാംശങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും ദുർഘടന സംഭവിച്ചാൽ നിങ്ങളുടെ ക്ലെയിൽ കമ്മീഷനും നിങ്ങൾക്ക് ലഭിച്ചിരുന്ന എല്ലാ കമ്മീഷനും അതേപടി നിങ്ങളുടെ നോമിനിക്ക് നൽകപ്പെടും. ഓരോ മാസവും ആ കമ്മീഷൻ നിങ്ങളുടെ നോമിനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓരോ മാസവും ആ കമ്മീഷൻ നോമിനിക്ക് ലഭിക്കും. നിങ്ങളുടെ AUM അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ, നിങ്ങളുടെ എല്ലാ ആസറ്റ് മാനേജ്മെന്റുകളും മാർക്കറ്റ് മൂല്യത്തിൽ ആ കമ്മീഷൻ നിങ്ങളുടെ നോമിനിയുടെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുവരെ, ഒരു ഇൻവെസ്റ്ററുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുവരെ. അതിനാലാണ് നോമിനേഷൻ നിർബന്ധമായും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടത്. അവസാനത്തെ രൂപയുവരെ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്തെങ്കിലും ദുർഘടന സംഭവിച്ചാൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ നോമിനിക്ക് പണം നൽകും. ഈ അധ്യായത്തിലെ അവസാന വിഷയം ഡിസ്ട്രിബ്യൂട്ടറെ മാറ്റുന്നതിനെക്കുറിച്ചാണ്. ഏതെങ്കിലും സമയത്ത് ഒരു ഇൻവെസ്റ്റർക്ക് തോന്നിയാൽ താൻ ഡിസ്ട്രിബ്യൂട്ടറെ മാറ്റണമെന്ന് അവൻ ഒരു റിട്ടേൺ റിക്വസ്റ്റ് AMCക്ക് നൽകാം, ഡിസ്ട്രിബ്യൂട്ടറിന് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്. ആ റിട്ടേൺ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ AMC ഡിസ്ട്രിബ്യൂട്ടറെ മാറ്റി നൽകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആരാണോ ആ ഡിസ്ട്രിബ്യൂട്ടർ പിന്നീട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: AMCക്ക് നിർബന്ധമില്ല നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടറിനെ ഇതിനെക്കുറിച്ച് അറിയിക്കേണ്ടതെന്ന്. അവനെ അറിയിക്കാതെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ കോഡ് മാറ്റപ്പെടും, ഡിസ്ട്രിബ്യൂട്ടർ മാറും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടർ മാറ്റുന്നതിനുള്ള പ്രക്രിയ. ഏതെങ്കിലും നിക്ഷേപകൻ ഒരു AMCയിലേക്ക് വന്ന് റിട്ടേൺ റിക്വസ്റ്റ് നൽകി ഡിസ്ട്രിബ്യൂട്ടർ മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ചാപ്റ്റർ 6-ൽ നിന്നുള്ള എല്ലാ ആശയങ്ങളും. ഇപ്പോൾ നാം ചാപ്റ്റർ 6-ലെ ചില ചോദ്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വിശദമായി ചർച്ച വേണമെങ്കിൽ അല്ലെങ്കിൽ വിശദമായ വീഡിയോ വേണമെങ്കിൽ ദയവായി ഞങ്ങളെ സന്ദേശമയക്കുക അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. ആ വിഷയത്തിൽ നിങ്ങൾക്ക് വളരെ വിശദമായി വിശദീകരിക്കും അല്ലെങ്കിൽ വിശദമായ വീഡിയോ ഉണ്ടാക്കും. അതിനാൽ വളരെ നന്ദി. ഇനി ചില ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം നമ്പർ 1: ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ വിതരണം ചെയ്യാൻ മാത്രം വ്യക്തികൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് വ്യക്തമാക്കുക. നാം കണ്ടത് വ്യക്തികൾക്ക് മാത്രമല്ല ബാങ്കുകൾക്കും ഈ ജോലി ചെയ്യാൻ കഴിയും എന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷനുകൾക്കും പാർട്ണർഷിപ്പ് ഫർമുകൾക്കും ഈ ജോലി ചെയ്യാൻ കഴിയും. അതിനാൽ ഇതിന്റെ ഉത്തരം തെറ്റാണ്. വ്യക്തികൾക്ക് മാത്രമല്ല നിരവധി ഓർഗനൈസേഷനുകളും ഈ ജോലി ചെയ്യാൻ കഴിയും. അതിനാൽ ഉത്തരം ബി തെറ്റാണ്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ എങ്ങനെ വരുമാനം സമ്പാദിക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള കമ്മീഷൻ, സ്കീമുകൾ വിതരണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടാതെ നിക്ഷേപകരിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് എന്നിവയാണ് ഇവരുടെ വരുമാന മാർഗങ്ങൾ. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ അസോസിയേഷനിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഫീസ് നാം വളരെ വിശദമായി പഠിച്ചു. മ്യൂച്വൽ ഫണ്ടുകൾ സ്കീമുകൾ വിതരണം ചെയ്തതിന് കമ്മീഷൻ ആയി വരുമാനം സമ്പാദിക്കുന്നു. അതിനാൽ ഉത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള കമ്മീഷനാണ്, അത് സ്കീമുകൾ വിതരണം ചെയ്തതിന്. അതിനാൽ ഈ ചോദ്യത്തിന് ഉത്തരം നാലാമത്തേതാണ്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ഓഫർ ചെയ്ത കമ്മീഷൻ മാത്രമേ സമ്പാദിക്കാൻ കഴിയൂ. ഇത് ശരിയോ തെറ്റോ എന്ന് വ്യക്തമാക്കുക. നാം കണ്ടത് ഫണ്ടിംഗ് ഓഫർ ചെയ്ത കമ്മീഷൻ അല്ല, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ട്രെയിൽ കമ്മീഷനാണ് സമ്പാദിക്കുന്നത്. അത് 12 ആയി വിഭജിച്ച് ഓരോ മാസവും അവരുടെ അക്കൗണ്ടിൽ എത്തുന്നു. അതിനാൽ ഉത്തരം ബി, അതായത് തെറ്റാണ്. ഓഫർ ചെയ്ത കമ്മീഷൻ മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ സമ്പാദിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എപ്പോഴും ട്രെയിൽ കമ്മീഷൻ സമ്പാദിക്കുന്നു. അതിനാൽ ഉത്തരം ബി, അതായത് തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5-ലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് കമ്മീഷൻ ഒന്നും ലഭിക്കില്ല. ഒരു ഇൻവെസ്റ്റർ ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന് ഒരു കമ്മീഷനും ലഭിക്കില്ല. അതിനാൽ ഉത്തരം ശരിയാണ്. അതിനാൽ ഗൈസ്, വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് വിശദമായ വീഡിയോ വേണമെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. നിങ്ങൾക്ക് സന്ദേശം അയക്കാം. ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകളുമായി ഞങ്ങളോടൊപ്പം തുടരൂ. അടുത്ത ചാപ്റ്റർ വളരെ രസകരമായിരിക്കും. അടുത്ത ചാപ്റ്റർ നെറ്റ് വാല്യൂയും നെറ്റ് ആസ്റ്റുമാണ്. എങ്ങനെ നാം NAV കണക്കാക്കുന്നു എന്നതാണ് വിഷയം. അടുത്ത ചാപ്റ്റർ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ NAVയെക്കുറിച്ചാണ്. അപ്പോൾ വളരെ നന്ദി. ഇതെല്ലാം 6-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. നന്ദി എല്ലാവർക്കും.